ആവേശത്തിന്റെ അഴക് വിടർത്തി പരിയാനം പറ്റപ്പൂരം. പാണ്ടിമേളത്തിന്റെ കൊട്ടിക്കലാശവും ആനപ്പൂരവും കാളകളിയും വർണ്ണാഭമായി. വടക്കൻ പൂരത്തിൽ ഗുരുവായൂർ നന്ദനും, പടിഞ്ഞാറൻ പൂരത്തിൽ നന്ദിലത്ത് ഗോപാലകൃഷ്ണനും, കിഴക്കൻ പൂരത്തിൽ ഗുരുവായൂർ ഇന്ദ്രസേനും തിടമ്പേറ്റി. കണ്ടിട്ടും മതിവരാതെ മറയാൻ മടിച്ച അസ്തമയ സൂര്യൻ. ദൃശ്യോത്സവ ദർശനത്തിനെന്ന പോലെ നേരത്തെ എത്തിയ പൂർണ്ണചന്ദ്രനും കൂട്ടരും. അഴകേഴും വിടർത്തിയാടി പരിയാനം പറ്റിയിൽ പൂരം. ഗാംഭീര്യത്തോടെ ആടിയുലഞ്ഞ 7 തട്ടുള്ള തേര്, ആവേശത്തോടെ വാനിലേക്കുയർന്നു താഴ്ന്ന കുതിര, കണ്ണിറുക്കിയും ചെവിയാട്ടിയുമെത്തിയ ഇണക്കാളകൾ, അനുഷ്ഠാന പുണ്യവുമായുള്ള ഒറ്റക്കാളകൾ, നെറ്റിപ്പട്ടവും ആടയാഭരണങ്ങളും അണിഞ്ഞ കരിവീരന്മാർ, മഹാദേവൻ ആവിഷ്കരിച്ച പാന, നിറഞ്ഞു കളിച്ചെത്തിയ തിറയും പൂതനും, നിമിഷനേരം കൊണ്ട് കവിത ചമയ്ക്കുന്ന ചവിട്ടുകളി, 14 ദേശത്തിന്റെ അധിപതിയായ പരിയാനം പറ്റ, ഇവയെല്ലാം സംഗമിച്ചപ്പോൾ ഉത്സവ ആസ്വാദകർ ദൃശ്യവിസ്മയങ്ങളുടെ അപൂർവ സുന്ദര ലോകത്തേക്ക് നടന്നുകയറി. രാവിലെ കാഴ്ചശീവേലി കഴിഞ്ഞതും ഉച്ചയ്ക്ക് പാടകം, വൈകിട്ട് പാന എന്നിവ നടന്നു. വടക്കൻ, കിഴക്കൻ, പടിഞ്ഞാറൻ ദേശങ്ങളുടെ കുതിര, കാള, തേര് എന്നിവ ക്ഷേത്രത്തിലിറങ്ങി പ്രദക്ഷിണം വച്ചു. തുടർന്ന് വടക്കൻ, കിഴക്കൻ, പടിഞ്ഞാറൻ പൂരങ്ങൾ ക്രമപ്രകാരം ക്ഷേത്രത്തിലിറങ്ങി. ഗുരുവായൂർ നന്ദൻ തിടമ്പേറ്റി. 5 ആനകളുടെ അകമ്പടിയോടെ എത്തിയ വടക്കൻ വേലയ്ക്ക് ശുഗപുരം ദിലീപ് മേളപ്രമാണിയായി. ആനകളുമായി എത്തിയ കിഴക്കൻ വേലയ്ക്ക് ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസൻ തിടമ്പേറ്റി. അത്താലൂർ ശിവനായിരുന്നു മേളപ്രമാണം. നന്ദിലത്ത് ഗോപാലകൃഷ്ണനാണ് പടിഞ്ഞാറൻ വേലയ്ക്ക് തിടമ്പേറ്റിയത്. 5 ആനകളുമായി എത്തിയ പടിഞ്ഞാറൻ വേലയ്ക്ക് കല്ലുവഴി പ്രകാശൻ വാദ്യസംവിധാനത്തിൽ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ മാരാർ മേളപ്രമാണിയായി. UTV ന്യൂസ്, പാലക്കാട്.